ചെറിയ കുട്ടികളാവുമ്പോഴേ നമ്മളോടൊക്കെ ഓരോരുത്തർ ചോദിക്കും നിനക്ക് ആരാവണമെന്ന്. അപ്പൊ നമ്മൾ ഓരോരുത്തരും പറയുന്ന ഓരോരോ ഉത്തരങ്ങൾ. ഡോക്ടർ ആയാൽ മതി, എനിക്ക് വക്കീലാവണം, എനിക്ക് എഞ്ചിനീയർ ആയാൽ മതി, അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോരോ ഉത്തരങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ പ്രൊഫഷൻ തന്നെയാണോ നമ്മൾ ഓരോരുത്തരും റെഡിയാവും, ചിലവത് റെഡിയാവില്ല എന്ന് പറഞ്ഞ പോലെ ചിലവതൊക്കെ ആ ഒരു കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ആരാവണമെന്ന് എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഒരു മടി കൂടാതെ ഞാൻ പറഞ്ഞത് പോലെ തന്നെ ബി.എഡും ഒക്കെ എടുത്ത് ഞാനും ഒരു ടീച്ചറായി. പക്ഷേ പാതി വഴിയിൽ ഇട്ടിട്ട് പോകേണ്ടി വന്നു. അതൊക്കെ ഒരു കഥ. ആ കഥ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ പിന്നെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രൊഫഷനാണ് ഇട്ടിട്ട് പോവോ എന്നാവും നിങ്ങളിപ്പൊ ചിന്തിക്കണേ അല്ലേ? എന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. എന്റെ അമ്മയാണ്. വേറെ കുറെ ആൾക്കാരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ ആരാവണം, എന്താവണം, എങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊക്കെ. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലേ ആരെങ്കിലും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വർക്ക് അങ്ങനെ തുടക്കത്തിൽ ചെയ്തിട്ടുള്ള ഷൂട്ട് ചെയ്യുന്നുട്ടോ. ഇത് ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും വിചാരിക്കും എന്റെ കഥ തീർന്നോന്ന്. എന്റെ കഥ എപ്പോഴാ തീരാന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ തുടങ്ങിയ കഥ തീർന്നോന്നാ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് തീർന്നിട്ടില്ല, അത് വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ മേക്ക് ഓവറും അതിന്റെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് മടങ്ങാണ്. അപ്പൊ ഈ ഒരു മേക്ക് ഓവർ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.